അത് ശരി ആണോ? അയ്യോ എടേ ഒന്നും കേൾക്കാനില്ല. യുവന്മാർക്ക് എന്താ കടകളൊക്കെ തല്ലി പൊളിച്ചോ? എനിക്ക് നീ പറയുന്നൊന്നും കേൾക്കാനില്ല, ഞാൻ പിന്നെ വിളിക്കാം. ആ ശരി ശരി. എടാ ആ സമരം നടക്കണില്ലേ, അവിടെ ഭയങ്കര പ്രശ്നമാണെന്ന്. കടകളൊക്കെ തല്ലി പൊളിച്ചിട്ടുണ്ടെന്ന്. ഹലോ. ആ അയ്യോ, വേണിച്ചേരൻ്റെ അവിടെയൊക്കെ തല്ലി പൊളിച്ചാ? ആ പ്രദേശത്ത് മുഴുവനോ? ഇല്ലില്ല, ഞങ്ങളവിടെ ഇല്ല, ഞങ്ങൾ വേറെ സൈഡിലാണ്. ഇല്ല, വന്നില്ല. വിഷയമാവോ? ശരിയെന്നാ. അതെ, നമ്മളോട് അങ്ങോട്ട് ചെല്ലണ്ട. അവിടെ ആ വേണിച്ചേരൻ്റെ തയ്യക്കടയൊക്കെ തല്ലിപ്പൊളിച്ചെന്ന് പറയുന്നുണ്ട്. ആളുകൾ 4 വശത്ത് ഓടാണ്. ജലപീരങ്കിയും ലാത്തി ചാർജും ഏറുപടക്കമൊക്കെ എറിഞ്ഞെന്ന് പറയുന്നുണ്ട്. ഇനി ആ ക്ലീറ്റസ് എങ്ങനെ ആ വഴിക്ക് പോയി കാണും? ക്ലീറ്റസ് ആ വഴിക്ക് പോകാൻ അവൻ ഇടിയെന്ന് എഴുതി കാണിച്ചാൽ ഓടണവനാണ്. പിന്നെയാണ് തല്ലിൻ്റെ മുമ്പിൽ ചെന്ന് നിൽക്കണം. അതെ, ഞാൻ വീട്ടിൽ എന്ത് കാര്യത്തിന്? അല്ല, അവനവിടെ പോയി. അവൻ വീട്ടിലെത്തിയിട്ടുണ്ടാവും. ഹലോ. ആ തങ്കം, എടീ ക്ലീറ്റസ് എവിടെ? ആ അതന്നെയാണ് പറയണത്. അവിടെയൊക്കെ ഭയങ്കര പ്രശ്നം നടക്കുകയാണെന്ന്. അവിടെ അവന്മാര് കടകളൊക്കെ തല്ലിപ്പൊളിക്കാണ്. ആ പോങ്ങനെങ്ങാനും അതിനകത്ത് ചെന്ന് പെട്ട് കഴിഞ്ഞാലുണ്ടല്ലോ. ഈ ഒരു കാര്യം ചെയ്യാൻ തിരിച്ചു വിളിച്ചേ. ഞാൻ പറഞ്ഞോട് നീ അവനെ തിരിച്ചു വിളിക്ക്. അതൊക്കെ നിന്നോടൊക്കെ വല്ലതും പറയണേക്കാൾ നല്ലതുണ്ടല്ലോ. ഇല്ല, അവനോടില്ലേ? അവളിത് നിസ്സാരമായിട്ടാ പറയണേ. അവനവിടെ പോയിക്കോട്ടെ, അതിനെന്താവുമ്പോ അധികാരനല്ലേ. ഞാനൊരു കാര്യം ചെയ്തു, ഞാൻ വീട്ടിൽ പോയിട്ട് വരാം കേട്ടോ. വാ. ഒന്ന് വേഗം വായിങ്ങോട്ട്. എന്തിന്? വാർത്തയിൽ സമരം കാണിക്കുന്നുണ്ട്. ഭയങ്കര പ്രശ്നാ. ആണോ? സമരം കാണിക്കണ്ടല്ലേ? ചിരിക്കല്ലേ? പോലീസുകാരെ ആൾക്കാരെയൊക്കെ തല്ലി ഏതോ അണികൾക്കൊക്കെ സീരിയസ് ആയിട്ട് ആശുപത്രി കൊണ്ടുപോയി. എപ്പോഴും അങ്ങനെ അണികൾക്ക് അടിയിട്ടും. ഒന്നാ ക്ലീറ്റോ ചേട്ടനെ വിളിച്ചു നോക്ക്. അതിനെന്തിനാ ക്ലീറ്റോനെ വിളിക്കണേ? ക്ലീറ്റോ ചേട്ടൻ ഇന്ന് ആ സമരത്തിനല്ലേ പോയത്? കിടക്കണ എടി, ക്ലീറ്റോനെ വിളിക്കേണ്ട കാര്യമില്ല. അവരവിടെ സമരമൊക്കെ നടത്തും. ക്ലീറ്റോ കുറച്ച് കഴിയുമ്പോൾ കൂടെ വരും. നാത്തുനെ, ഇത് തമാശയല്ല. ഏതാണ്ട് ബോംബേറൊക്കെ ഉണ്ടെന്ന് അവിടെ. ബോംബിന്റെ കാര്യം ശരിയാ. ക്ലീറ്റോ പറയണ്ടായി രാവിലെ. എന്താ ഇങ്ങനെ നിസ്സാരമായിട്ട് പറയണേ? എടി പൊട്ടി, നീ അണികൾക്ക് അടി കിട്ടണല്ലേ കണ്ടുള്ളൂ, അല്ലാതെ ക്ലീറ്റോനെ കാണിച്ചില്ലല്ലോ. അതാ പറഞ്ഞേ മോളെ. 10-11 വർഷമായി ഞാൻ ആ മനുഷ്യന്റെ കൂടെ ജീവിക്കുന്നു. ഒരു ഉറുമ്പ് കടിക്കാൻ വരണമെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് അപ്പം രക്ഷപ്പെടുന്ന ആളാ. ഇതെവിടെയെങ്കിലും പോയിരിപ്പുണ്ടാവും. എന്നാ പിന്നെ വിളിച്ച് ഇവിടെ വന്നിരിക്കാൻ പറ, ഒരു സമാധാനം ഉണ്ടാവുമല്ലോ. അത് മോശല്ലേ മോളെ? അവിടെ ഭയങ്കര സമരം നടക്കുമ്പോ ക്ലീറ്റോ വീട്ടിൽ കയറിയിരിക്കുക. എവിടെയെങ്കിലും ഏതെങ്കിലും കാട്ടിലോ അല്ലെങ്കിൽ ഏതെങ്കിലും തിയേറ്ററിലോ എവിടെയെങ്കിലും ഉണ്ടാവും. ഒന്നും പേടിക്കാനില്ല. ഒന്ന് വിളിച്ചു നോക്കും ഒരു സമാധാനത്തിന്. എനിക്ക് നല്ല സമാധാനം, ഒരു കുഴപ്പമില്ലെന്ന്. വലിയ തല്ലും കിട്ടിയാലോ? ഒരു കാര്യമില്ല, നീ സമാധാനമായിട്ട് വല്ല സീരിയൽ ഇരുന്ന് കാണും. ഇത് പറയാൻ വേണ്ടിട്ടാ മനുഷ്യന് ഇച്ചിരി നേരം കിടന്ന് ഉറങ്ങാനും സമ്മതിക്കില്ല അവള്. ഇവരൊക്കെ പോകുമ്പോഴല്ലേ എനിക്ക് ഇച്ചിരി നേരം കിടക്കാൻ പറ്റുള്ളൂ. ഞാൻ ഒന്നും പറയാൻ വന്നില്ല. പോരെ ഇടുങ്ങി ആദ്യം പിടിക്കാതെ അകത്ത് പോയിരിക്കും. എന്നെ കണ്ടില്ല, എന്ത് സന്തോഷത്തിലാ ഞാൻ. അവിടെ സന്തോഷിച്ചോണ്ടിരുന്നു. എനിക്കെന്താ അറിയുള്ളൂ. ഒരിക്കലും കുഴപ്പമില്ല. ക്ലീറ്റോ രാവിലെ പറഞ്ഞില്ലേ പാർട്ടി അതിന് പോയി. മറ്റേ സമ്മേളനം അവിടെ ഭയങ്കര അടി നടക്കണെന്ന്. അതോട് പറഞ്ഞപ്പോ ഞാൻ ഇത് സീരിയസ് ആയിട്ട് പറയുമ്പോ നാട്ടിൽ അവിടെ നിന്ന് ചിരിക്കുക. അതെ, എല്ലാരും കൂടെ ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയ സമയത്ത് അവിടെ അങ്ങനെ ഒക്കെപ്പാടെ ഞങ്ങളെ വളർന്നിട്ട് തല്ലി. അവിടെ ഓടി രക്ഷപ്പെട്ടാണ്. ഇതാണ് മൂത്തോര് പറയുമ്പോ കേൾക്കണം. ക്ലീറ്റോ എന്നോട് മലയാളത്തിലല്ലേ പറഞ്ഞത് പോവണ്ട വഴിക്കുന്ന്. എടി അവന്റെ പാർട്ടിക്കാരാണ് തല്ലണമെന്ന്. അന്നേ ക്ലീറ്റോന്റെ പാർട്ടിയല്ലേ പിന്നെ സമരം ചെയ്യണം. പിന്നെ അവരല്ലേ തല്ലാൻ പറ്റുള്ളൂ. ഇവിടുത്തെ എന്താണ് വിളിച്ചു നോക്ക്. നിനക്ക് ആളെ വേണേ വിളിച്ചോ. എടാ, നിനക്ക് അറിയാൻ പാടില്ലേ ക്ലീറ്റോന്റെ തല്ലുകൊള്ളോ? അതെ, നിന്നോട് പറഞ്ഞേക്കാൻ നല്ലത് എന്താ അറിയോ? നീ ആരെ വിളിക്കാൻ പോണേ? ഞാൻ ക്ലീറ്റോനെ. ഫോൺ വെക്ക് കനക. എടാ, അത് പാർട്ടിക്ക് നേതൃത്വം കൊടുത്തോണ്ടിരിക്കും. ഫോൺ വിളിക്കില്ലേന്ന്. എടി പോത്തെ, നിനക്ക് അറിയാൻ വയ്യ അവിടുത്തെ അവസ്ഥ എന്താന്നുള്ളത്. ക്ലീറ്റോ പറഞ്ഞിട്ടുണ്ട് അത്യാവശ്യത്തിന് മാത്രമേ വിളിക്കാൻ. ഫോൺ വെക്കണേ. ഇന്ന് ചീത്ത ഉറപ്പാ. ഒന്നും മിണ്ടാതിരിക്കും. നോക്കട്ടെ. എന്ത് നോക്കാൻ? ഹലോ ഒന്നുമില്ല. ഹലോ ക്ലീറ്റസേ. ഹലോ
നീ ഒരു കാര്യം നീ അവിടെ ഇങ്ങോട്ട് പോരെ. ഒന്നും കേൾക്കാനില്ല, ഭയങ്കര ബഹളം. ശല്യപ്പെടുത്തിയപ്പോ സമാധാനമായല്ലോ. ഒരു സ്ഥലത്ത് നിർത്താൻ സമ്മതിക്കരുത്. ആ നീ പോയി ചോറിന്റെ കനക, വേറെ പണിയില്ലെങ്കിൽ. അതെ വന്നേ, നീ ചോറെടുക്കും. എനിക്കില്ലാത്ത ആദ്യം രണ്ടു പേർക്കും പോയി ചോറിന്. എനിക്കറിയാം. ചുമ്മാ